എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ചോന്റെ വീട്ടിലേക്ക് കാസ ചെല്ലുന്നതാണ്. അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന കാര്യങ്ങൾക്ക് ചോന്റെ അച്ഛനോട് മാപ്പ് പറയാനായിട്ടാണ് കാസ ചെല്ലുന്നത്. പക്ഷെ അദ്ദേഹം അവനോട് ഭയങ്കരമായി ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെട്ട് അവനെ തള്ളുന്നൊക്കെയുണ്ട്. ഇതൊക്കെ ചോൻ കാണുമ്പോൾ അവൾക്ക് ഒരു സങ്കടാവുന്നു. എന്തായാലും അവൾക്കിപ്പോ അവനോട് ദേഷ്യമൊന്നുമില്ല. അവൻ ചെയ്ത തെറ്റിന് വന്ന് സോറി പറയുകയും ചെയ്തു. അവൻ ഒരുപാട് ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചാ കമ്പനിയിലേക്ക് അവന്റെ ആവശ്യപ്രകാരം ജോയിൻ ചെയ്യാനായി അവൾ തയ്യാറാവുന്നു. അങ്ങനെ ഇപ്പോ സ്റ്റാഫായി അവിടെ നിൽക്കുന്ന ചോന് അവരിപ്പോ ഇനി നടത്താൻ പോകുന്നത് ചായത്തിന്റെ വെഡിങ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ചില പ്ലാനിങ്ങിനും പ്രിപ്പറേഷൻസിനും ഒക്കെ ആയി ക്ലയന്റ് ചായത്തിന്റെ കൂടെ സൈറ്റ് ഒക്കെ കാണാൻ പോകേണ്ടി വരുന്നുണ്ട്. മാരേജ് വെന്യൂ മറ്റും ഫിക്സ് ചെയ്യാനും ഒക്കെ. അങ്ങനെ ആ ഒരു ടൈമൊക്കെ ചായത്ത് പുറമെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും എവിടെയാണ് ഇവളെ കണ്ടു മറന്നത് എന്നുള്ളിൽ ഭയങ്കരമായ ആലോചനയിലാണ്. ഇതിനിടയിൽ വീഴാൻ പോകുന്ന ചോനെ ചായത്ത് വീഴാതെ സേഫ് ആക്കുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ക്ലോസ് ആവുന്ന കണക്ക് ചില സാഹചര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും പഴയ ആ കാര്യങ്ങൾ മനസ്സിലുള്ള ചോൻ ചായത്തിനെ ഒരു ഡിസ്റ്റൻസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ചോൻ വീഴാനായി പോയപ്പോൾ ചായത്ത് ഹെൽപ്പ് ചെയ്തല്ലോ ആ ടീം ഇവർ ഒന്നിച്ചങ്ങനെ അടുത്ത് നിൽക്കുന്നതിന്റെ ഫോട്ടോ ആരോ എടുക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ അത് അവരറിഞ്ഞിട്ടില്ല. എന്തായാലും പിന്നീട് ഡ്രസ്സിലൊക്കെ ഇന്ന് അഴുക്കായത് ചേഞ്ച് ചെയ്യാനായി ഇവരുള്ള ആ ഒരു ഹോട്ടലിലെ തന്നെ ഒരു റൂമിലേക്ക് ചായത്ത് പോയിരുന്നു. കൂടെ ചോനുണ്ട്. പക്ഷെ അവന്റെ അഴുക്കായ ഡ്രസ്സ് ഉടനെ ലോണ്ടറിക്ക് കൊടുത്തത് കിട്ടും. ആ ഒരു ടീം ബാത്റൂം എടുത്ത് അവൻ അവിടെ നിൽക്കുമ്പോഴേക്കും ഡോറിൽ ഭയങ്കരമായി തട്ടുന്ന സൗണ്ട്. ചെന്ന് നോക്കുമ്പോൾ റിൻ ആയിരുന്നു. റിൻ ഭയങ്കര കലിപ്പില് എവിടെ അവളെന്ന് ചോദിച്ച് റൂമിലേക്ക് ഇടിച്ചു കയറി വരാണ്. എവിടെ അവള്, എനിക്ക് അവളെ ഇപ്പൊ കണ്ടേ പറ്റൂന്നും പറഞ്ഞ് ആ റൂമിനകത്ത് ചോനുണ്ട് എന്ന് ഏതാണ്ട് അറിവ് കിട്ടിയ കണക്ക് അവിടെ വന്ന് തലങ്ങും വിലങ്ങും റിൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത് ചായ ഇവൾ ഇത് എന്ത് കാണിക്കാന്ന് മട്ടില് നോക്കുന്നത് നമുക്ക് കാണാം. ആക്ച്വലി ഇവിടെ റിൻ കരുതുന്ന കണക്ക് തെറ്റായ ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഈ റൂമിനകത്ത് ചായത്തും ചോനും ഉണ്ടായിരുന്നത്. പക്ഷെ ആളുകൾ തെറ്റിദ്ധരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് റിൻ ആണ് വന്നതെന്ന് കണ്ട ഉടനെ ചോൻ വാഷ്റൂമിൽ കയറി ഒളിച്ചത്. ഇപ്പൊ ദേ വാഷ്റൂമിനകത്ത് ചോനുള്ളത് റിൻ കണ്ടുപിടിക്കുകയും അവൾ അതിന്റെ പേരിൽ ഇവർ തമ്മിൽ എന്തോ തെറ്റായ ബന്ധമുണ്ട്, ചായത്ത് തന്നെ ചതിക്കാണ്, റിൻ ആണ് അതിന് കാരണം എന്ന രീതിയിൽ ഭയങ്കരമായി തെറ്റിദ്ധരിച്ച് ബഹളം വയ്ക്കുമ്പോഴേക്കും ചായത്ത് അവള് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായി തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും റിന്നിന്റെ കൂടെ റിന്നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി അതിനൊരു ഗ്യാപ്പും കൊടുക്കാതെ ഇവിടെ ചോനെ ഉപദ്രവിക്കാനായി ഒരുങ്ങുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കാസ എത്തുന്നുണ്ടായിരുന്നു. അവരെ തടയാണ്. ഓൾറെഡി കാസ എപ്പോഴും ചോനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇപ്പതേ ചായത്തും അവളുടെ പുറകിനാണോ എന്ന് ഭയങ്കര കലിപ്പില് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങാനായി തുടങ്ങുന്ന റിന്നിന്റെ പുറകെ പോയി ചായത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ എനിക്കൊന്നും കേൾക്കേണ്ട കാര്യമില്ല, ഞാൻ നേരിട്ട് കണ്ടതിലും കൂടുതൽ എന്നെ ഒന്നും കേൾപ്പിക്കാൻ വരണ്ടെന്നും പറഞ്ഞ് അവൾ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഹോട്ടലിൽ ഒരു സ്റ്റാഫ് എത്തി. ഇവർ സംസാരിച്ച് നിൽക്കുന്ന ആ ഒരു സമയം ചായത്തിന്റെ ലോണ്ടറിക്ക് കൊടുത്ത് ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുമ്പോഴാണ് മേയ്ക്ക് ചായത്തപ്പ പറയുന്നത് സത്യമായിരുന്നു എന്നത് മനസ്സിലാവുന്നത്. അവൾക്ക് വല്ലാതെ ഒരു നാണക്കേട് തോന്നുന്നുണ്ട്. കാരണം കാള പറ്റുമെന്ന് കേട്ട ഉടനെ കയറെടുത്ത് ഇത്രയും ഓവർ റിയാക്ട് ചെയ്തല്ലോ എന്ന രീതിക്ക്. അപ്പോഴേക്കും കാസയും എന്താണ് സംഭവിച്ചെന്ന കാര്യങ്ങൾ ചോനിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചായത്തും റിന്നു എത്തുന്നത്. റിന്നിന് സത്യം ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാവുമ്പോൾ ചോനിനൊരു സമാധാനം ആവുന്നുണ്ട്. വെറുതെ താൻ കാരണം വലിയൊരു ഇഷ്യൂവർക്കിടയിൽ ആവരുതല്ലോ, കല്യാണം ഉടനെ നടക്കാൻ പോകുന്നവരല്ലേ. റിന്നിന് നാണക്കേടാണ് ഫീൽ ആവുന്നത് അവൾ ഇങ്ങനെ ചെയ്തല്ലോ. പക്ഷെ അവൾ അതിന്റെ ഒരു കുറ്റബോധത്തിന്റെ പുറത്ത് ചോനിനോട് സോറി പറയാനൊന്നും നിൽക്കാതെ അപ്പോഴും അഹങ്കാരത്തിൽ നിൽക്കുമ്പോൾ ചോൻ പക്ഷെ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. തിരിച്ച് റിന്നിനോട് ഞാൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയുമ്പോൾ റിൻ അത് കേട്ടിട്ടും ഒരു മനസാക്ഷിയുടെ പേരിൽ പോലും ചോനിനോട് സോഫ്റ്റ് ചെയ്യുന്ന സംസാരിക്കാൻ പോലും നിൽക്കാതെ അവിടുന്ന് കലിപ്പിൽ പോകുമ്പോൾ ഇതെല്ലാം കാണുന്ന കാസ ചോന്റെ അടുത്ത് നിന്ന് നീ എന്തിനാ സോറി ചോദിക്കുന്നത്, അവളെല്ലാം തെറ്റ് ചെയ്തെന്ന് പറയുമ്പോഴും അത് സാരില്ല, എനിക്കിതൊക്കെ ശീല, ഞാൻ അത് വലിയ കാര്യമാക്കുന്നില്ല എന്ന് ചോൻ പറയുന്നത് കേൾക്കുമ്പോൾ കാസയ്ക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നുന്നുണ്ടായിരുന്നു അവളുടെ അവസ്ഥയൊക്കെ ഓർത്തിട്ട്. അങ്ങനെ പിന്നീട് ചോന്റെ കുഞ്ഞിന് ഒരു വയ്യാഴിക വരുന്നു. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും പേടിക്കാനൊന്നുമില്ല, കുഞ്ഞ് പോഷക സമൃദ്ധമായ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്നതൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് കാശ് ചോനിന് ആവശ്യമായി വരുന്നു. അവൾക്ക് ആ ടീം കയ്യിലുണ്ടായിരുന്ന ക്യാഷ് ഇപ്പൊ തപ്പിയിട്ട് കാണാനും സാധിക്കുന്നില്ല. കാരണം അതെല്ലാം റിൻ എടുത്തിരുന്നു. റിന്നിന്റെ അടുത്ത് നിന്ന് ആ കാര്യത്തെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ എടുത്തു, ഞാൻ പിന്നെ കാശ് കിട്ടുമ്പോൾ തരാന്ന് റിൻ ഇങ്ങനെ പറയുന്ന ടീം എനിക്ക് ഇപ്പോഴാവശ്യം, മോന്റെ ചില ചെലവുണ്ടെന്നല്ല ചോൻ പറയുമ്പോൾ എന്റെ കയ്യിൽ ഇപ്പോഴൊന്നുമില്ല, ആ കൊച്ചിന് വേണ്ടി പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് കാശ് എടുത്ത് തരാനാ, എന്റെ കിട്ടുമ്പോൾ തരാന്ന് റിൻ കൈ മലർത്തുമ്പോൾ ഇനി ആരുടെ അടുത്തും കടം ചോദിക്കാനായും ചോനില്ല. അതുകൊണ്ട് തന്നെ അവളാകട്ടെ നേരെ അച്ഛൻ ജോലി ചെയ്യുന്ന ആ റെസ്റ്റോറന്റിന്റെ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവർക്ക് റൂം സർവീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോലിയാണ് ചോൻ ഇപ്പൊ നോക്കുന്നത്. കാരണം അവൾക്ക് അത്യാവശ്യത്തിന് കുറച്ച് കാശ് വേണമല്ലോ, ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കുന്നതാണല്ലോ ആളുകളുടെ ഇന്ന് കടം മേടിക്കുന്നതിലും നല്ലത്. അങ്ങനെ അവൾ അവിടെ പാർട്ട് ടൈം ജോലിക്ക് ഒന്ന് കയറുന്നുണ്ട്. ഒരു റൂമിലേക്ക് റൂം സർവീസിനായി അവളെ പറഞ്ഞു വിടുമ്പോഴേക്കും അവിടെ എത്തുന്ന അവൾ അവിടെ ഉള്ളത് കാസയാണെന്ന് കണ്ട് ഞെട്ടിപ്പോന്നു. കാസ അങ്ങനെ അവന്റെ വീട്ടിലൊന്നും പോകാറില്ലല്ലോ, അവിടെയുള്ള രണ്ടാനമ്മയുടെ പ്രശ്നങ്ങളും ഒക്കെ കാരണമാണ്. അതുകൊണ്ട് തന്നെ അവനെപ്പോഴും ഇവിടേക്കാണ് സ്റ്റേ ചെയ്യുന്നത്. അവന് റെഗുലർ കസ്റ്റമർ എന്നും പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ അവിടെ എത്തുന്ന അവൾ അവനെ കണ്ട് അവൻ തന്നെ തിരിച്ചറിയാതിരിക്കാനായി അവൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്യാപ്പിന് പെട്ടെന്ന് മാസ്ക് ഒക്കെ എടുത്തിട്ട് മുഖം വ്യക്തമാക്കാതെ നിൽക്കുന്നുണ്ടെങ്കിലും എന്തായാലും അവളാകട്ടെ അവൻ തന്നെ തിരിച്ചറിയില്ല എന്ന് കരുതി അവിടുന്ന് എസ്കേപ്പ് ആവാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അവൻ എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാസ്ക് മാറ്റി അവൻ നിർബന്ധപൂർവ്വം നോക്കുമ്പോൾ അത് ചോനാണെന്ന് കണ്ട് അവൻ ആകെ ഷോക്കാവുന്നു. കാരണം ഇവരുടെ കമ്പനിയുടെ പോളിസി പ്രകാരം അവരുടെ കമ്പനിയുടെ സ്റ്റാഫ് മറ്റൊരു ജോലി ഇവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യാനായി പാടില്ല. അതുകൊണ്ട് തന്നെ അവനാകട്ടെ അവളോട് നീ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന്
ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും അവളായിട്ട് അവനെ തള്ളി മാറ്റി ഓടാനേ നോക്കുമ്പോൾ അവൻ ഉടുത്തിരുന്ന ടവൽ അവളുടെ കയ്യിലാവുന്നുണ്ട്. പെട്ടെന്ന് അവൾ കണ്ണൊക്കെ അടച്ച് ഒരുമാതിരി ചമ്മിയിരിക്കുമ്പോൾ കണ്ണൊന്നും അടയ്ക്കണ്ട, ഒരു കുഴപ്പമില്ല നോക്കിക്കോന്നും പറഞ്ഞ് അവൻ നിൽക്കുമ്പോഴേക്കും അവൻ പ്രോപ്പറായിട്ട് ട്രൗസറൊക്കെ ഇട്ടായിരുന്നു ആ ടവലിന്റെ അടിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും കറക്റ്റ് ആ സമയത്താണ് ഭയങ്കരമായി ഡോറിൽ തട്ടുന്ന സൗണ്ട്. ഇത് ആരപ്പാന്ന് ഡോറ് തുറക്കാതെ ഹോളിലൂടെ കാസ നോക്കുമ്പോൾ അവിടെ കാണുന്നത് റിന്നിനെയാണ്. റിന്നാണെങ്കിൽ ആകെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായ എന്തോ കലിപ്പ് മൂടി വന്ന് നിൽക്കുന്ന കണക്കുണ്ട്. എന്തായാലും റിന്നിനെ കണ്ടപാടെ ചോനോട് റിന്ന വന്നിരിക്കുന്നതെന്ന് കാസ പറയുമ്പോഴേക്കും ഓൾറെഡി ചൈത്തിന്റെ കൂടെ ഇപ്പം ഒരു പ്രശ്നം നടന്ന് ഒരുവിധം അത് സോൾവ് ആയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചോന് ആകെ പേടിയാവുന്നു. എന്തായാലും നീ വാഷ്റൂമിൽ പോയി ഒളിച്ചിരിക്കും. കഴിഞ്ഞ തവണ സൗണ്ട് ഇട്ട് അങ്ങനെയല്ലേ റിൻ കണ്ടുപിടിച്ചത്. ഇത്തവണ കുറച്ച് സേഫ് ആയിട്ട് മിണ്ടാതിരിക്കാനായി വെറുതെ ഒരു അനാവശ്യ പ്രശ്നം എന്തിനെന്ന രീതിക്ക് കാസയും പറയുന്നു. അങ്ങനെ വാഷ്റൂമിൽ ഒളിച്ചിരിക്കുന്ന ചോനാട്ടെ എന്നെ എങ്ങനെയും കണ്ടുപിടിക്കും മുന്നേ എത്ര പെട്ടെന്ന് വാഷ്റൂമിൽ നിന്ന് നൈസായിട്ട് എങ്ങനെയും എസ്കേപ്പ് ആവണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കാസയെന്ന് ഡോറ് തുറന്ന് റിന്നിനോട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്താ എനിക്ക് നിന്നെ കാണാൻ ഇവിടെ വന്നൂടെ എന്നായിരുന്നു അവളുടെ തിരിച്ചുള്ള ചോദ്യം. ഇവൻ എങ്ങനെ വീട്ടിലൊന്നും പോതെ ഇതുപോലെ ഹോട്ടലിലാ സ്റ്റേ ചെയ്യുന്ന, ഇതാണ് അവന്റെ സ്ഥിരം ഹോട്ടൽ എന്ന് അവൾക്കറിയാലോ. അങ്ങനെയാണ് അവൾ അവനെ കാണാനായി ഇങ്ങോട്ടേക്ക് വന്നത്. നീ ആകെ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുകയാണല്ലോ, നമുക്ക് പിന്നെ കണ്ട് സംസാരിക്കാം. ഇപ്പൊ നീ പോകാനായി കാസ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാതെ റിൻ എനിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണം, ഞാൻ അകത്തേക്ക് വരുവാണെന്ന് പറഞ്ഞ് റൂമിനകത്തേക്ക് ചെല്ലുന്നു. അവളുടെ കയ്യിൽ അപ്പോൾ ഡ്രിങ്ക്സ് അടിക്കാനായി ബോട്ടിലും ഉണ്ടായിരുന്നു. എന്താ നിനക്കും ചൈത്തിനും ഒക്കെ ആ ചോറിനോട് ഇത്ര താല്പര്യം? അവളെന്താ അത്രയ്ക്ക് സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ച് ഒന്ന് തന്റെ എക്സ് ബോയ് ഫ്രണ്ട്, രണ്ടാമത്തേത് തന്റെ ഫിയാൻസി. ഇവർക്ക് രണ്ടുപേർക്കും ഒരു പെൺകുട്ടിയോട് ഒരു താല്പര്യം ഉണ്ട് എന്ന് കണക്ക് റിന്നിന്റെ ഉള്ളിൽ വന്ന തോന്നലുകളാണ് ഇപ്പൊ അവളെ ഇവിടെ ഇങ്ങനെ എത്തിച്ച് ഓരോന്ന് പറയിപ്പിക്കുന്നത്. എന്തായാലും അവളതിങ്ങനെ കാസയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കാസ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ടീം വാഷ്റൂമിലുള്ള ചോന് ഫോൺ കോൾ വരുന്നുണ്ട്. അവളുടെ മൗന് വയ്യാണ്ടിരിക്കല്ലേ, അച്ഛനാണ് ഒരു ആവശ്യത്തിന് വിളിച്ചിരിക്കുന്നത്. അവൾ വേഗം തന്നെ വാഷ്റൂമിൽ നിന്ന് റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവളെ കാസ കാണുന്നുണ്ട്. പക്ഷെ റിൻ കാണാതിരിക്കാനായി റിന്നിനെ ഡൈവേർട്ട് ചെയ്യാനായി കാസ നോക്കുമ്പോഴേക്കും അവർ സ്ലിപ്പായി വീഴുന്നു. ഈ ടീം ബെഡിലേക്കാണ് വീഴുന്നത്. വേഗം പോകുന്നു. അപ്പോഴും റിൻ കാണാതെ കാസ ചോണിനെ പറഞ്ഞു വിടുന്നു. പക്ഷെ റിന്നാകട്ടെ അപ്പോ എനിക്ക് നിന്നെ ഇഷ്ടം അറിയാവോ, നിന്നെ നഷ്ടപ്പെട്ടത് എനിക്ക് ഭയങ്കര സങ്കടമാണെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പഴയ റിലേഷൻഷിപ്പിനെ പറ്റി അവിടെ പറഞ്ഞുകൊണ്ട് പതിയെ ആകെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരുന്നത് കൊണ്ട് മയങ്ങിയും പോകുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും കാസ വേഗം ചായത്തിനെ വിളിച്ച് റിൻ ഇവിടെയുണ്ട് വിളിച്ചോണ്ട് പോകാനായി പറയുന്നു. ചായത്ത് അത് കേട്ടപാടെ ഭയങ്കര കലിപ്പില് അവിടേക്ക് എത്തുന്നുണ്ട്. കാരണം ഇവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് നന്നായി അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അവളെന്തിനിപ്പോ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ അവൾ യഥാർത്ഥത്തിൽ എന്ത് പറയാനായിട്ടാണ് വന്നതെന്ന് അവൾ ഇവിടെ പറഞ്ഞതൊന്നും കാസ ചായത്തിനോട് പറയാൻ നിൽക്കുന്നില്ല. അത് ശരിയല്ലല്ലോ. അവൾ നിങ്ങളുടെ വെഡിങ്ങിന്റെ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നതായിരുന്നു. വന്നപ്പോഴേ ഡ്രിങ്ക്സ് അടിച്ച് കുറച്ച് ഫിറ്റ് ആയിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ വന്ന ഉടനെ തന്നെ മയങ്ങി പോയി എന്നും കൂടി കാസ പറയുന്നുണ്ട്. കാസ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ നിൽക്കാത്ത ചൈത്ത് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ലെങ്കിലും ഇതായിരിക്കണം അവൾ നിന്നെ കാണാനായിട്ട് നീ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവിടെ വരുന്ന അവസാന ദിവസം, ഇനി മേല ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് ഒരു താക്കീത് കണക്ക് പറഞ്ഞാണ് അവിടെ നിന്ന് റിന്നിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ സ്കൂളിലേക്ക് കുഞ്ഞിനെ വിട്ടിട്ട് അതുവഴി ഓഫീസിലേക്ക് പോകാനായി കുഞ്ഞിനെയും കൊണ്ട് ചോൻ പോകുന്നുണ്ട്. പക്ഷെ പോകുന്ന വഴി അവൾ റോഡില് അറിയാവുന്ന ഒരാളെ കണ്ടിങ്ങനെ സംസാരിക്കുമ്പോഴേക്കും കുഞ്ഞാകട്ടെ റോഡിൽ എന്തോ കിടക്കുന്നുണ്ട്, അത് എടുക്കാനെ പോയി വണ്ടി ഇടിക്കണ്ടായിരുന്നു. പക്ഷെ ജസ്റ്റ് മിസ്സിന് കാസ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. കാസ ചോനെ കാണാനായി വന്നായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം അവളെ അങ്ങനെ പറഞ്ഞു വിട്ടല്ലേ എങ്ങനെയുണ്ട്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനേ. എന്തായാലും അവൻ വന്നതുകൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടു. ചോനാണെങ്കിൽ അപ്പോഴാണിത് കാണുന്നത്. അവൾ ആകെപ്പാടെ പേടിച്ച് ഓടി എത്തുമ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്തായാലും കുറച്ചുകൂടെ കുഞ്ഞിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് പറയുന്ന കാസ ഞാൻ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ കുഞ്ഞിനെ ഡ്രോപ്പ് ചെയ്ത ശേഷം ഇവർ ഒന്നിച്ച് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ചോന്റെ കുഞ്ഞാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അച്ഛനും അമ്മയും കൂടി ഒന്നിച്ച് അവനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്ന കണക്കൊക്കെ ഒരു ഫീൽ ആയിരുന്നു അവനുണ്ടായിരുന്നത്. കാരണം ബാക്കി കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നിച്ച് കുട്ടികളെ സ്കൂളിലാക്കാനൊക്കെ വരാറുണ്ടല്ലോ. ഇവൻ അതുവരെ ആ ഒരു ഫീൽ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത്. അന്ന് ഓഫീസിൽ ചോനെ കാണാനായി റിൻ എത്തുന്നുണ്ട്. പ്രത്യേകമായി അവളോട് ഇന്നലെ അവൾ എവിടെയായിരുന്നു എന്നതൊക്കെയാണ് റിൻ ചോദിക്കുന്നത്. ആക്ച്വലി അപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നുണ്ട്. ആ ഹോട്ടൽ റൂമിൽ നിന്ന് ചോൻ പുറത്തേക്ക് കടക്കുന്നത് റിൻ കാണാതിരിക്കാനായി കാസ ശ്രമിച്ചെങ്കിലും റിൻ ആകട്ടെ നേരിട്ട് ചോനെ അവിടെ കണ്ടില്ലെങ്കിലും അവളിങ്ങനെ പമ്മി പതുങ്ങി പോകുന്നത് അവിടെ ഒരു സാധനത്തിൽ പതിഞ്ഞ അവളുടെ റിഫ്ലക്ഷനിലൂടെ റിൻ ചെറുതായി കണ്ടിരുന്നു. അത് ആരാ എന്താണെന്ന് അപ്പോൾ സത്യത്തിൽ വ്യക്തമായില്ലെങ്കിലും ചോനാവാൻ സാധ്യതയുണ്ടെന്ന് റിന്നിന്റെ മനസ്സിൽ ഒരു തോന്നലുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ചോദിക്കാനായിട്ടാണ് ഇപ്പോ റിൻ ഇവിടെ വന്നത്. എന്തായാലും റിൻ ആ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ചോൻ നിൽക്കാണ്. കാരണം അല്ലെന്നോ ആണെന്നോ പറയാനുള്ള ധൈര്യം അവൾക്കില്ല. നീ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ചോദിക്കുന്നെങ്കിൽ അല്ലാന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അല്ലാന്ന് പറഞ്ഞാൽ അത് കള്ളുമല്ലേ, നാളെ എന്തെങ്കിലും കാരണവശാൽ താൻ എവിടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ പ്രശ്നമാവില്ല. അവളിങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന റിൻ നീ ആരാ സത്യത്തിൽ, നിനക്കെന്താ കാസയുടെയും ചായത്തിന്റെ ലൈഫില് ഇത്രയും കാര്യം, നീ രണ്ടുപേരെയും സ്വന്തമാക്കാൻ നടക്കാണോന്നെല്ലാം അവർ തന്റേതാണ്. താൻ ചായത്തിനെ കല്യാണം കഴിച്ചാലും കാസ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടോ, മറ്റൊരാൾ അവനെ സ്വന്തമാക്കുന്നതോ തനിക്ക് സഹിക്കില്ല എന്ന രീതിയിൽ തന്നെ റിൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട് എന്ത് പറയണോന്നറിയാതെയാണ് ചോനിന്റെ നിൽപ്പ്. കാരണം അവളുടെ കുഞ്ഞിന്റെ അച്ഛനാണല്ലോ യഥാർത്ഥത്തിൽ റിൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചായുത്ത്. അങ്ങനെ അവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ
ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.